ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയുമാണ് വിധി ഒരു നിമിഷം കൊണ്ട് തട്ടിയെടുത്തത്. ആ നോവിനിടയിലും 4 പേർക്ക് ജീവിതത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയാണ് 19-കാരിയായ ജാസ്ലിയ ജോൺസൺ വിട പറഞ്ഞത്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ ചലനമറ്റ് ജാസ്ലിയ എത്തിയപ്പോൾ കണ്ടുനിന്ന കൂട്ടുകാർക്കും അധ്യാപകർക്കും ഒന്നും കരച്ചിലടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അധ്യാപകരടക്കം ജാസ്ലിയയുടെ ഓർമ്മകൾ പങ്കുവച്ചത്. ജാസ്ലിയയുടെ അധ്യാപികയായ മെറ്റിൽഡയുടെ വാക്കുകൾ ഏതൊരാളുടെയും കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു. പഠിക്കാൻ മിടുക്കിയായ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്ന ഒരു പെൺകുട്ടിയുടെ വേർപാട് ആർക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പഠനത്തോടൊപ്പം സ്പോർട്സിലും മികവ് പുലർത്തിയിരുന്ന ജാസ്ലിയ പാർട്ട് ടൈമായി ജോലി നോക്കിയാണ് പഠനത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത്. അതിൽ മിച്ചം വരുന്ന പണം അച്ഛനെയും അമ്മയെയും സഹായിക്കാനും ജാസ്ലിയ കരുതി വയ്ക്കുമായിരുന്നു. പഠനശേഷം അങ്കമാലിയിലെ പിസ വിൽപ്പനശാലയിലായിരുന്നു ജാസ്ലിയ ജോലി ചെയ്തിരുന്നത്. ജോലിക്ക് പോയിരുന്നതിനാൽ കോളേജ് ഹോസ്റ്റലിലാണ് ജാസ്ലിയ താമസിച്ചിരുന്നത്. പതിവ് പോലെ ജോലിക്ക് പോയി മടങ്ങി വരുമ്പോഴാണ് അമിത വേഗതയിൽ വന്ന ഒരു കാറ് ജാസ്ലിയെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 7:30 ദേശീയപാതയിൽ അങ്കമാലി ടെൽക്ക് ജംഗ്ഷന് സമീപം ലക്ഷ്മി ഭവൻ ഹോട്ടലിന് മുന്നിലായിരുന്നു അപകടം. റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ പുറകിലൂടെ വന്ന കാറാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ജാസ്ലിയ 50 മീറ്റർ ദൂരത്തേക്ക് തെറിച്ചുപോയി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ആദ്യം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും പിന്നീട് ആലുവ രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയോടുകൂടി മരണപ്പെടുകയായിരുന്നു. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജാസ്ലിയയുടെ കരളും വൃക്കയും നേത്രപടലവും ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതമറിയിക്കുകയായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിന്റെ പ്രതീക്ഷയായി മോർണിംഗ് സ്റ്റാർ കോളേജിലെത്തിയ ജാസ്ലിയ പഠനത്തോടൊപ്പം സ്പോർട്സിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ നിരവധി മെഡലുകളും നേടിയിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി സ്ഥിരോത്സാഹത്തോടെ പരിശ്രമിച്ചു വരവെയാണ് ജാസ്ലിയയെ വിധി കവർന്നെടുക്കുന്നത്. വൈപ്പിൻ എടവനക്കാട് സെന്റ് ആംബ്രോസ് പള്ളിക്ക് സമീപം കളത്തിപ്പറമ്പിൽ ജോൺസൺ ലിമ ദമ്പതികളുടെ മകളായ ജാസ്ലിയ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഏറെ പ്രിയങ്കരിയായിരുന്നു. പള്ളിയിലെ കാര്യങ്ങൾക്കെല്ലാം ഓടി നടക്കുന്ന, എല്ലാത്തിനും സജീവമായി ഇടപെടുന്ന കൗമാരക്കാരിയെയാണ് നാട്ടുകാർക്കറിയാവുന്നത്. ടൈൽസ് പണിക്കാരനാണ് പിതാവ്. അടുത്തിടെയായിരുന്നു ഒരു വായ്പ സംഘടിപ്പിച്ച് വീട് പണി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അപകടം സംഭവിച്ച് 4 ദിവസം പിന്നിട്ടിട്ടും ആരാണ് ജാസ്ലിയെ ഇടിച്ചിട്ടത് എന്ന് പോലുമുള്ള വിവരങ്ങൾ ലഭിക്കാതെ വന്നതോടെയാണ് സുഹൃത്തുക്കളും സഹപാഠികളും കഴിഞ്ഞ ദിവസം രാവിലെ പ്രതിഷേധവുമായി അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തിയത്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് ഇത്ര നീതി മതി എന്ന് കരുതിയാണോ പോലീസ് അന്വേഷണം നടത്താത്തത് എന്ന് സഹപാഠികൾ ചോദിച്ചു. ഇതിന് പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് അപകടത്തിനിടയാക്കിയ വാഹനം പോലീസ് കണ്ടെത്തുന്നത്. അതിരമ്പുഴ സ്വദേശിയായ ജോർജ് തോമസിന്റേതാണ് വാഹനം. ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക്കാണ് വാഹനം ഓടിച്ചിരുന്നത്. ഞങ്ങളുടെ ജാസി പോയി, പഠിക്കണമെന്ന ഒരുപാട് ആഗ്രഹമുള്ള കൊച്ചായിരുന്നു അവൾ. അമ്മയെ അടുത്ത വർഷം ഡിഗ്രിക്ക് ചേർക്കണം മിസ്സേ എന്ന് ജാസ്ലിയ എപ്പോഴും പറയുമായിരുന്നു. ഇനി ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു വിതുമ്പിക്കൊണ്ട് ജാസ്ലിയയുടെ അധ്യാപികയായ മെറ്റിൽഡ മാധ്യമങ്ങളോട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞത്. അമിത വേഗതയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും ഇനി ഒരു കുട്ടിക്കും ഇത്തരമൊരു ഗതി വരാതിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണമെന്നും ടീച്ചർ വികാരാധീനയായി ആവശ്യപ്പെട്ടു.